ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്രയും ശോകമായിട്ടുള്ളൊരു ദിവസം ഉണ്ടായിട്ടേ ഇല്ല. എന്താണെന്നല്ലേ എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ മുത്തപ്പൻ്റെ അടുത്ത് പോയി നന്ദി പറയാന്നുള്ളത് കണ്ണൂരുകാരുടെ ഒരു സ്വഭാവമാണ്. അത് മാത്രമല്ല, പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ രാവിലത്തെ വെള്ളാട്ടം ഞാൻ ആകെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് രാവിലെ 4:30 എണീറ്റ് റെഡിയായി പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും അച്ഛമ്മയൊന്നും എണീറ്റിട്ടേ ഇല്ല. വേഗം പോയി വേഗം തിരിച്ചു വരാനാണ് പ്ലാൻ. അവരെണീക്കുന്നതിന് മുമ്പേ തിരിച്ചെത്തും. വളരെ രാവിലെ ആയതുകൊണ്ട് ബൈക്കിന് പോകാനൊരു പേടി. അതുകൊണ്ട് കാറെടുത്ത് തന്നെ പോയി. വീട്ടിൽ നിന്ന് ഞാനൊരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം പറശ്ശിനിക്കടയിൽ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്കെന്ന് വിചാരിച്ച എനിക്കിത്. കാരണം തിങ്കളാഴ്ചയും അതിലേറെ തിരക്ക്. മലയാളികളെക്കാളും കൂടുതൽ കണ്ണൂരിലെ ക്ഷേത്രത്തിൽ ഇപ്പോൾ കർണാടക ഒരുപാട് പേർ രാവിലെ നട തുറന്നതിന് ശേഷം പ്രാർത്ഥിക്കാൻ നിലത്തിരിപ്പുണ്ട്. നട തുറന്നതിന് ശേഷം മുത്തപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാട് പേർ പുറത്തും കാത്തിരിപ്പുണ്ട്. നട തുറക്കാൻ വൈകിയപ്പോൾ അടുത്ത് നിന്ന് ചേട്ടൻ പറഞ്ഞു ഇന്നും മുത്തപ്പൻ ഉണ്ടാവില്ല. അതിന്റെ കാരണമായി എന്തോ പറഞ്ഞെങ്കിലും എനിക്ക് മനസ്സിലായി. പിന്നെ ആകെ എനിക്ക് വിഷമായി. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടും എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു തോന്നി. പുറത്തുനിന്ന് കുറച്ചു നേരം നോക്കി അങ്ങ് പ്രാർത്ഥിച്ചു. ഒരുപാട് വിഷമമായതുകൊണ്ട് അധികം അവിടെ നിന്നില്ല. രാവിലെ എണീറ്റ് പോയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. പൂരിയും ബാജിയും ഓർഡർ ചെയ്തതിന് ശേഷം ഒരു പീസ് എടുത്ത് കഴിച്ചപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. എന്തായാലും അത് ഇന്ന് ഉണ്ടാക്കി പൂരിയല്ല. ഒരുപാട് ദേഷ്യവും അതുപോലെ വിഷമവും ഉണ്ടായ അവസ്ഥ. അതിന്റെ വിഷമത്തിൽ വീട്ടിലെത്തി ഞാൻ കുറച്ചു നേരം റോട്ടിലൂടെയും അത് കഴിഞ്ഞ് മുറ്റത്തൂടെയും നടന്നു. കുറച്ചുകൂടി ഹാപ്പിയാൻ അവന്റെ അടുത്തും പോയിരുന്നു. അവനാണ് രാവിലെ തൊട്ട് നല്ല കളിയും ചിരി. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവനെയും കൊണ്ടുപോകും. രാവിലെ പുറത്തുനിന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഫെയിലായാലും അമ്മ ഉണ്ടാക്കി തന്ന ഒരു പ്രത്യേകതരം നെയ്യപ്പം എടുത്ത് രാവിലെ കഴിച്ചു. ഇത് അമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം നെയ്യപ്പമാണ്. മധുരമൊന്നും ഇല്ലെങ്കിലും നല്ല രുചിയുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് പോയത് ഒന്നും നടന്നില്ലല്ലോ. പക്ഷെ എന്തൊക്കെ വന്നാലും സംഭവിച്ചാലും ഇനി ഞാൻ മുത്തപ്പൻ്റെ അടുത്ത് പോകും. നല്ലൊരു നാളെയിൽ അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.